അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. റിസ്വാന വക്കീൽ ഞെട്ടിപ്പിടഞ്ഞെഴുന്നേറ്റു. യാ അല്ലാ, ഞാൻ എന്തേ കണ്ടത്? ഞാൻ എന്ത് സ്വപ്ന റബ്ബേ ഞാൻ കണ്ടത്? അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് പറഞ്ഞുകൊണ്ട് അതാ അവളുടെ ഇടത്തെ ചുമലിലേക്ക് 3 പ്രാവശ്യം ഊതുന്നു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, അല്ലാ റബ്ബേ, ഞാൻ എന്താ റബ്ബേ കണ്ടത്? പഠിച്ചോനെ, എൻ്റെ പ്രിയപ്പെട്ട സഫീർ നൂർജഹാനുമായി. അതെ, ഇല്ല റബ്ബേ, ആലോചിക്കാൻ കഴിയുന്നില്ല, എനിക്ക് ഉൾക്കൊള്ളാൻ കഴിയണില്ല റബ്ബേ. റിസ്വാന വക്കീൽ നെടുവീർപ്പിട്ടു. അവൾക്ക് വായിൽ വെള്ളം വറ്റി, നാവ് ഉണങ്ങിപ്പോയി. അതെ, എനിക്കെന്തോ സംഭവിക്കുന്ന പോലെ, അവളുടെ ശരിക്കും മാനസിക നില തന്നെ തെറ്റുന്ന പോലെ തോന്നി അവൾക്ക്. റബ്ബേ, ഞാൻ എന്താ കണ്ടത് സഫീർ? അപ്പം നീ എന്നെ ചതിക്കുകയായിരുന്നോ? എൻ്റെ ജീവനത്തുള്ളിൽ ഞാൻ സ്നേഹിച്ചിട്ട് വെറും അഭിനയമാണ്, തിരിച്ചു വരുമെന്ന് പറഞ്ഞ് എൻ്റെ കൈ പിടിച്ച് മുത്തം തന്ന് പോയതല്ലേ പൊന്നെ. എന്നോട് എങ്ങനെ ഇത് ചെയ്യാൻ തോന്നി നിനക്ക്? ശരിക്കും സഫീറിനെ ഓർത്ത് അവൾ തേങ്ങി തേങ്ങി കരഞ്ഞു. അതെ, പുലർച്ചെ 3 മണി. ഈ 3 മണി സമയത്ത് പുലർച്ചെ കാണുന്ന സ്വപ്നങ്ങൾ ഫലിക്കും എന്നാണല്ലോ. ഇല്ല, അവളുടെ കൈകാലുകൾ തളർന്നു. ഇല്ല സഫീർ, അവളുടേത് കൂടി ആയല്ലേ. അല്ലെങ്കിലും നിക്കാഹ് കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ തന്നെ ഉറപ്പല്ലേ സഫീർ? എന്നാലും നിനക്ക് എങ്ങനെ ഇത് ചെയ്യാൻ കഴിഞ്ഞു? നിനക്ക് വേണ്ടി ഞാൻ കാത്തിരിക്കുകയല്ലേ. ഓരോ മിനിറ്റുകളും ഓരോ മണിക്കൂറുകളും കഴിഞ്ഞു പോകുമ്പോഴും ഇപ്പോൾ വരും എന്ന് കരുതി ഞാനിവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. അറിയാതെ ഉറക്കത്തിലേക്ക് അങ്ങ് വഴുതി വീണു. മോളെ, ഉറങ്ങിക്കോ, അവന് പലപ്പം വരാൻ നേരം വൈകുമായിരിക്കും. വല്യമ്മയുടെ ആ ഒരു വാക്ക് കേട്ട് ഞാൻ അറിയാതെ അങ്ങ് ഉറങ്ങിപ്പോയി റബ്ബേ. പക്ഷേ വിളിച്ചു നോക്കാൻ പറഞ്ഞപ്പോൾ വേണ്ട. ഒരു പക്ഷേ അവരുടെ സ്വർഗത്തിലെ കട്ടുറുമ്പായി മാറും. അവൾ ഫോൺ എടുത്തു. പ്രൊഫൈലിൽ കാണുന്ന അവൻ്റെ ആ ഒരു പിക്ചർ നോക്കി. സഫീർ, എന്നാലും എനിക്ക് എങ്ങനെ? അല്ലെങ്കിലും ഞാൻ എന്ത് വെഡ്ഡിയാലേ? വിവാഹം കഴിച്ചതിനനുസരിച്ച് എനിക്കും അവൾക്കും ഒരേ സ്ഥാനമാണല്ലോ വേണ്ടത്. ഞാൻ എന്തിങ്ങനെയൊക്കെ കരയുന്നത്? അതെ, അവളെൻ്റെ സഫീറിൻ്റെ ഇണയായി കഴിഞ്ഞു. ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അവൾക്ക് കൂടെ അവകാശപ്പെട്ടതല്ലേ. ഞാൻ എൻ്റേത് മാത്രം എന്ന് പറയാൻ പാടില്ലല്ലോ. ഒരു ഭർത്താവിനെ പങ്കിട്ടെടുക്കുക എന്ന് വെച്ചാൽ ഒരു പെണ്ണിന് അതിനും വലിയൊരു വേദന ഈ ലോകത്തുണ്ടാവില്ല. അത്രക്കും വേദനാജനകമായ സംഭവമാണ് അത്. തൻ്റെ ഭർത്താവിനെ ഒരാൾക്കും പങ്കു കൊടുക്കാൻ ഒരു പെണ്ണും തയ്യാറാവില്ല, സഹിക്കില്ല ആർക്കും. അതെ, തല്ലിക്കൊന്നാലും തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ മറ്റൊരാൾ സ്നേഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവളുടെ ഭർത്താവ് കൂടിയാണ് അത് എന്നറിയുമ്പോൾ ഒരിക്കൽ പോലും ഒരു പെണ്ണിനും സഹിക്കില്ല റബ്ബേ. ഞാൻ എന്താ ഇങ്ങനെ കരയുന്നത്? കരയാൻ പാടില്ലല്ലോ. ശരിയാണ്, നിയമപ്രകാരം അത് ഓക്കെയാണ്. ഞാനൊരു അഡ്വക്കറ്റല്ലേ, ഞാൻ അങ്ങനെയൊക്കെ ചിന്തിക്കാൻ പാടുണ്ടോ? നിയമം പഠിച്ചവളല്ലേ ഞാൻ. 5 വർഷം LLB പഠിച്ചതാണ് ഞാൻ. നിയമത്തിൻ്റെ ഓരോ വശവും എനിക്കറിയാം. അത് കഴിഞ്ഞിട്ട് LLM അതെടുക്കുകയാണ് ഞാൻ. ജഡ്ജിയാവാൻ വേണ്ടി കാത്തിരിക്കുകയാണ് ഞാൻ. ഇങ്ങനെയൊക്കെ ആയിട്ടും നിയമമൊക്കെ അറിഞ്ഞുകൊണ്ടും എന്താ റിസ്വാന? അവളോട് തന്നെ ചോദിച്ചു. റിസ്വാന, എന്ത് നീ ഇങ്ങനെ? നീ നിയമം പഠിച്ച പെണ്ണല്ലേ? അത് ശരിയത്ത് നിയമപ്രകാരവും ഏതൊരു നിയമപ്രകാരവും വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ 2 പേരെയും തുല്യമായി നോക്കണമെന്നുള്ളത് നിനക്കറിയുന്നതല്ലേ. എന്താ നീ ഇങ്ങനെ വെപ്രാളപ്പെടുന്നത്? അതെ, നിൻ്റെ ഭർത്താവ് അവളെ വിവാഹം കഴിച്ചു എന്ന് വെച്ചാൽ നിനക്കും അവൾക്കും ഒരേ സ്ഥാനമാണിനി. നിനക്ക് മാത്രം അവനെ കിട്ടണം എന്നുള്ള യാതൊരു ചിന്തയും പാടില്ല റിസ്വാന. എന്താ നീ ഇങ്ങനെ? അവൾക്കും നിനക്ക് ഒരുപോലെ അവകാശപ്പെട്ടതാണ്. നിങ്ങൾ ദിവസങ്ങൾ പങ്കിട്ടെടുക്കണം. ഒരു 4 ദിവസം അവിടെയാണെങ്കിൽ നിൻ്റെ അടുത്ത് 4 ദിവസം. നീതി പുലർത്തണം. നീതി ഉണ്ടെങ്കിൽ എല്ലായിടത്തും നിങ്ങൾക്ക് വിജയിക്കാം. അല്ല എങ്കിൽ വിവാഹം കഴിച്ച് കഴിഞ്ഞാൽ ഒരു ഭാര്യയുടെ അടുത്ത് തന്നെ നിൽക്കുകയാണെങ്കിൽ ഒരു ഭാഗത്തേക്ക് തോള് ചെരിഞ്ഞവനായിട്ടായിരിക്കും അതെ അങ്ങോട്ട് മഷറയിൽ നിൽക്കുക. അത് ഇസ്ലാമികമായ ശരിയാത്ത് നിയമപ്രകാരം. എന്നാൽ നമ്മുടെ ഇന്ത്യൻ നിയമപ്രകാരം വെച്ച് നോക്കുമ്പോൾ അതും അങ്ങനെ തന്നെ. വിവാഹം കഴിച്ചാൽ അവർക്ക് ചിലവിന് കൊടുക്കണം, അവരെ സംരക്ഷിക്കണം, അവരെ നോക്കണം.
അത് എന്തായാലും അവളുടെ കൂടെ ജീവിതം അവൾക്ക് ഹലാലായല്ലോ, പിന്നെ എന്തിനാ റിസ്വാന നീ ഇങ്ങനെ കരയുന്നത്? എന്നാൽ അതാ അവൾ വിങ്ങിപ്പൊട്ടുകയായിരുന്നു. ഇല്ല, നിയമം പഠിച്ചവളാണ് ഞാൻ. ഞാനൊരു വക്കീലാണ്, LLB പഠിച്ചതാണ്, LLM ചെയ്യുന്നു, ജഡ്ജി ആവാൻ വേണ്ടി നിൽക്കുന്നു, മജിസ്ട്രേറ്റിൽ ഞാൻ ജോലി നേടുവാൻ വേണ്ടി നിൽക്കുന്നു. പക്ഷേ എൻ്റെ മനസ്സിങ്ങനെ, എൻ്റെ മനസ്സ് മാത്രം എനിക്ക് മാറ്റാൻ കഴിയണില്ലല്ലോ. എൻ്റെ സഫീർ എനിക്ക് മാത്രമുള്ളതല്ലേ? ഈ ഒരു അവസ്ഥയിൽ സഫീർ, എന്താ ഞാൻ ചെയ്യാൻ? എനിക്ക് കഴിയുന്നില്ലല്ലോ, ഒന്നും എനിക്ക് ചെയ്യാൻ കഴിയുന്നില്ലല്ലോ റബ്ബേ. ഞാനെന്താ ഇത്രയധികം മോശമായി പോയോ? ചിന്തിക്കാൻ പാടില്ലല്ലോ സഫീർ. അത് എനിക്കുള്ളത് മാത്രമായിരുന്നു എന്നതായിരുന്നു എൻ്റെ വിശ്വാസം. പക്ഷേ പതുക്കെ പതുക്കെ അവൻ അവളുടേത് കൂടി മാറിക്കഴിഞ്ഞു. നൂർജഹാൻ അത് കാണാൻ സുന്ദരിയാണ്, നല്ല തടിയും വലുപ്പവും നിറവും ഉള്ള വലിയൊരു പെണ്ണാണ്. അത് ഏതൊരാണുങ്ങളും ആഗ്രഹിക്കുന്നതും ഒരു പക്ഷേ അങ്ങനെയായിരിക്കും. എന്നെപ്പോലെയുള്ളവരായിരിക്കില്ല. എൻ്റെ സഫീറിൻ്റെ അനുസരിച്ച ഹൈറ്റും വെയ്റ്റുമുള്ള പെണ്ണാണ് അവൾ. അവൻക്കൊത്ത ജോഡിയാണ്. ഞാൻ എന്ത് പറഞ്ഞിട്ടും എനിക്ക് ഉൾക്കൊള്ളാൻ കഴിയണില്ല റബ്ബേ, എനിക്ക് നീ ക്ഷമ കൊണ്ടാ. അവൾ അപ്പോൾ തന്നെ എഴുന്നേറ്റ് ഫ്രഷായി ഉളൂഹ് ചെയ്തു. അതെ, നിസ്കാരപ്പായ നിർത്തി തഹജ്ജുദ് നമസ്കരിച്ചു. പടച്ച റബ്ബിനോട് ഹൃദയം പൊട്ടി ദുആ ചെയ്തു. അല്ലാഹുവേ, ഞാൻ തെറ്റായി എന്തെങ്കിലും ചിന്തിച്ച് പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് നീ ക്ഷമ നൽകണം റബ്ബേ, എന്നോട് നീ പൊറുക്കണമല്ല. ശരിയാണ്, വിവാഹം കഴിച്ചാൽ അവൾക്കും എനിക്കും ഒരേ അവകാശമാണ്. ഞാനതിലൊരിക്കലും കൂടുതലായി ചിന്തിക്കാൻ പാടില്ല. എനിക്കുള്ളതും അവൾക്കുള്ളതും എൻ്റെ സഫീറാണ്. റബ്ബേ, ഞാൻ എന്താ ചെയ്യുക? എൻ്റെ മനസ്സ് സമ്മതിക്കുന്നില്ലല്ല, എൻ്റെ ഹൃദയം പൊട്ടിപ്പോകുന്നു. ഒരിക്കൽ പോലും ഞാൻ സ്വപ്നത്തിൽ വിചാരിക്കാത്ത കാര്യമാണ് നടന്നിട്ടുള്ളത്. എൻ്റെ സഫീർ തിരിച്ചു വന്നിട്ടില്ല. സഫീർ അവളുടെ കൂടെ മണിയറ പങ്കിടുകയായിരിക്കും. ഞാൻ കണ്ട സ്വപ്നവും അത് തന്നെ ആയിക്കോട്ടെ റബ്ബേ, എനിക്ക് നീ ക്ഷമ കൊണ്ട, അല്പം മറവി കൊണ്ട. അല്ലാ, എനിക്ക് ഉൾക്കൊള്ളാൻ കഴിയണില്ലല്ല. ഞാൻ എന്ത് ചെയ്യുക? എനിക്ക് എൻ്റെ സഫീറിനെ ഒരാൾക്കും വിട്ടുകൊടുക്കുന്നത് ഇഷ്ടമല്ല. അതാണ് എൻ്റെ മനസ്സിലെ ചിന്തകൾ റബ്ബേ. എൻ്റെ ചിന്തയിൽ വല്ല മോശം ഉണ്ടെങ്കിലും നീ എനിക്ക് പുറത്തു തരണമല്ല. എനിക്കെൻ്റെ മനസ്സ് മാറ്റാൻ കഴിയണില്ല. എനിക്കെൻ്റെ സഫീർ സ്വന്തമാണ്, അതെനിക്ക് മാത്രമുള്ളതാണ്. ആർക്കും ഞാൻ വിട്ടുകൊടുക്കില്ലല്ല, ആർക്കും. അതിനെനിക്ക് കഴിയില്ല. ശരിക്കും റിസ്വാന വക്കീൽ അതാ നിസ്കാരപ്പായലിരുന്നു കൊണ്ട് വിങ്ങിപ്പൊട്ടിക്കരഞ്ഞു. പഠിച്ചോനെ, എൻ്റെ കൂടെ തഹജ്ജുദ് നിസ്കരിക്കാൻ ഇന്നെൻ്റെ ഭർത്താവില്ല. മറ്റേത് ഞാൻ ഉണരുകയാണെങ്കിലും ഉളൂഹ് ചെയ്ത വെള്ളം എൻ്റെ മുഖത്തേക്കൊന്ന് കുടഞ്ഞിട്ട് പറയൂ, മോളെ ഋഷു എണീക്ക് വേണേ, തഹജ്ജുദ് നിസ്കരിക്കണ്ടേ. അതെ, അദ്ദേഹത്തിൻ്റെ ആ ശബ്ദം ചെവിയിൽ അലക്കുന്നു. എനിക്കറിയുന്നില്ല, ഞങ്ങൾ രണ്ടുപേരും പലപ്പോഴും ജമാഅത്തായിട്ട് നമസ്കരിക്കാറുണ്ട്. അതെ, പള്ളിയിൽ പോകാത്ത സമയത്തെല്ലാം വീട്ടിൽ വെച്ചാണെങ്കിലും അങ്ങനെ തന്നെ. ഒരിക്കൽ പോലും എൻ്റെ സഫീർ ഉള്ള സമയത്ത് ഞാൻ ഒറ്റയ്ക്ക് നിസ്കരിച്ചിട്ടില്ല. റബ്ബേ, എനിക്കതെല്ലാം നഷ്ടപ്പെട്ടു പോവുകയാണോ റബ്ബേ? അവൾ വിങ്ങിപ്പൊട്ടി കരഞ്ഞു. സമയം 4 മണി. അതെ, അവൾ ഖുർആൻ എടുത്ത് കണ്ണീരോടെ പാരായണം ചെയ്തു. അല്പസമയത്തിന് ശേഷം അതാ പള്ളിയിൽ നിന്ന് മനോഹരമായ ബാങ്കുലി കേൾക്കുന്നു. ഒരു നിമിഷം അവൾ അതിന് ജവാബു ചൊല്ലി കണ്ണീരോടെ. സുബ്ഹിൻ്റെ മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത് അവൾ നിസ്കരിച്ചു. സുബ്ഹി നമസ്കാരം കഴിഞ്ഞ് പടച്ച റബ്ബിനോട് വിതുമ്പി വിതുമ്പി കരഞ്ഞു. റബ്ബേ, നീ എനിക്ക് ക്ഷമ കൊണ്ടാ. ഞാനൊരിക്കലും അവരുടെ ബന്ധത്തിന് എതിര് നിൽക്കാൻ പാടില്ല. കാര്യം എൻ്റെ ഭർത്താവിൻ്റെ മറ്റൊരു ഭാര്യയാണ് അവൾ. അതുകൊണ്ട് തന്നെ അവൾക്കും വേണമല്ലോ ഒരു സ്ഥാനം. പക്ഷേ എനിക്ക് റബ്ബെ ക്ഷമിക്കാനും സഹിക്കാനും കഴിയണില്ല. നീ എനിക്ക് ക്ഷമ കൊണ്ടല്ല. അവൾ വീണ്ടും ഖുർആൻ എടുത്ത് പാരായണം ചെയ്തുകൊണ്ടിരുന്നു. മോളെ മോളെ അല്ല വല്യമ്മ. അവൾ പെട്ടെന്ന് എഴുന്നേറ്റു. വല്യമ്മ, മോളെ. വല്യമ്മ, നിങ്ങൾ എഴുന്നേറ്റത് ഒരുപാട് നേരമായി? ഇല്ല മോളെ, എഴുന്നേറ്റ് വരികയാണ്. മോളെ, ചുടുവെള്ളം. വല്യമ്മ, ഞാൻ തരാം. റബ്ബേ, അപ്പോഴേക്കും അവൾ പിടഞ്ഞെണീറ്റ്. അതാ ഹീറ്റർ കേടാണ്, അതുകൊണ്ട് തന്നെ അവൾക്ക് പെട്ടെന്ന് അടുക്കളയിലേക്ക് പോയി ചുടുവെള്ളം ഉണ്ടാക്കാൻ അല്പം സമയമെടുത്തു. എങ്കിലും പെട്ടെന്ന് ഓടി വന്നു. വല്യമ്മ ഇതാ. റബ്ബേ, മോളെ വരി വല്യമ്മ. വേണ്ട മോളെ, മോള് പോയിക്കോ, ഞാൻ പിടിച്ചോളാം കേട്ടോ. അല്ലാ, ആയിഷ എണീറ്റില്ലേ?
ആയിഷയും അറിയാതെ ഉറക്കത്തിൽ പെട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. കാരണം ഇന്നലെ എല്ലാവരും ലേറ്റായി കിടന്നത്. കാര്യം മറ്റൊന്നുമല്ല, അതായത് സഫീറിനെ കാത്തിരുന്നാണ് എല്ലാവരും. എന്നാൽ പഠിച്ചോനെ സുബഹി കള്ളായി പോവല്ലോ. എന്നാൽ അതാ അവളും മോളും നല്ല ഉറക്കത്തിന്. മോളെ ആയിഷ, ആയിഷ, ആ അല്ലാ പഠിച്ചോനെ, സുബഹി തെറ്റിയോ? അവൾ പെട്ടെന്ന് പിടഞ്ഞെഴുന്നേറ്റു. ഋഷു, അല്ലാ ഒരുപാട് സമയമായോ? ഏയ് ഇല്ല, സുബഹി തെറ്റിയിട്ടില്ല. ഞാൻ സുബഹി തെറ്റെന്ന് വിചാരിച്ചിട്ടാണ് വിളിച്ചത്. ഏതായാലും വിളിച്ചത് നന്നായിട്ടോ. മോള് നല്ല ഇറക്കാം. മോൾ ഉറങ്ങിക്കോട്ടെ. അങ്ങനെ അതാ അവളും പെട്ടെന്ന് ഫ്രഷായി നമസ്കരിച്ചു, ദുആ ചെയ്തു. റിച്ചു, പിന്നെ എന്ത് സഫീർ എത്തിയോ? എന്നാൽ അത് കേട്ടവൾ വിതുമ്പിപ്പോയി. ഇല്ല, സാരല്ല, കരയണ്ട, വന്നോളൂ കേട്ടോ. ഒരിക്കലും ജസീറിനെ പോലെയൊന്നുമല്ലല്ലോ അവന്, അവൻ നല്ലവനാണ്. ശരിക്കും അതാ ആയിഷയുടെ കണ്ണുകളും നിറഞ്ഞു. ആയിഷ പെട്ടെന്ന് അടുക്കളയിലേക്കെത്തി നല്ലൊരു കോഫി ഇട്ടു. ഉമ്മാക്കും അതുപോലെ റിസ്വാന വക്കീലിനും ഒക്കെയായിട്ട് കൊണ്ടുവന്ന് കൊടുത്തു. ഉമ്മ ഇതാ, റിച്ചു ഇതാ, അത് ഞാൻ എടുത്ത് കുടിച്ചോളാം, എനിക്കിങ്ങോട്ട് കൊണ്ടുതരുമൊന്നും വേണ്ട കേട്ടോ. ഞാനും നീ ഒരുപോലെയാണ്, നമുക്ക് രണ്ടു പേർക്കും ഇവിടെ ഒരു സ്ഥാനമാണുള്ളത്. അല്ലാതെ ഒരിക്കൽ പോലും. എൻ്റെ പൊന്നു റിച്ചു, നിങ്ങളൊരു വക്കീലല്ലേ, നിങ്ങളെ ഞാൻ ബഹുമാനിക്കണ്ടേ? ആര് പറഞ്ഞു? ആരങ്ങനെയൊക്കെ പറഞ്ഞത്? പഠിച്ചോനെ, അങ്ങനൊന്നും ചിന്തിക്കല്ലേ പൊന്നെ, അങ്ങനൊന്നും ചിന്തിക്കാൻ പോലും പാടില്ലല്ലോ. നീ എന്തെങ്ങനെയൊക്കെ പറയുന്നത്? ആയിഷ പെട്ടെന്ന് അതാ അടുക്കളയിലേക്ക് പോയി നല്ല ദോശയും സാമ്പാറും ചട്നിയും ഒക്കെ ഉണ്ടാക്കുന്ന തിരക്കിലായി. എന്നാൽ അതാ സങ്കടത്തോടു കൂടി റിസ്വാന വക്കീൽ അവളുടെ അരികിൽ വന്നിരുന്നു. ഒരുപാട് കഷ്ടപ്പെടാനുണ്ടല്ലേ എൻ്റെ പൊന്ന് റിച്ചു, നിങ്ങളെന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? എനിക്ക് സന്തോഷമുള്ള ജീവിതം, സമാധാനമുള്ള ഒരിടം തന്നില്ല ജീവിക്കാൻ, അതുതന്നെയാണ് ഏറ്റവും വലുത്. അല്ലാതെ പിന്നെ വിഷമിക്കണ്ട കേട്ടോ. നല്ലൊരു ചൂടുള്ള ദോശ എടുത്ത് അതാ നേരെ റിസ്വാന വക്കീലിൻ്റെ കൈകളിൽ കൊടുത്തിട്ട് പറഞ്ഞു, ഇത് കഴിച്ചു നോക്കിക്കേ. മോളെ, ഇതൊന്നും വേണ്ട എനിക്ക്. അങ്ങനെ പറഞ്ഞാൽ പറ്റില്ലല്ലോ, ഭക്ഷണത്തിൻ്റെ കാര്യത്തിലൊക്കെ ശ്രദ്ധിക്കണ്ടേ. പിന്നെ ഒന്നും വിചാരിക്കണ്ട എൻ്റെ റിച്ചു, ഞാൻ കഷ്ടപ്പെട്ട അത്രയൊന്നും കഷ്ടപ്പെട്ടിട്ടില്ല. സഫീർ നല്ല മനുഷ്യനാണ്, 100% എനിക്ക് വിശ്വാസമാണ് സഫീറിനെ. അവനൊരിക്കലും ചതിക്കില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. ആയിഷ, നിങ്ങൾ പറയുന്നത് ശരിയായിരിക്കും, പക്ഷേ അവൻ നല്ലതാണെങ്കിലും ആ വീട്ടിലുണ്ടല്ലോ 1-2 ആൾക്കാർ, അവരെയാണ് എനിക്ക് ഭയം. എന്നാൽ അത് കേട്ട അവൾ പറഞ്ഞു, ശരിയാണ്, അത് ശരിയാണ് തികച്ചും, അതാണ് എനിക്കും ഭയം. ആ ഉമ്മ, എൻ്റെ അമ്മോ, ഉമ്മയായാലും ആ മകനായാലും ഒരുപാട് കഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. എൻ്റെ ജീവിതം തകർത്ത ജസീറാണ്. എന്നോട് പല വിധത്തിലും അവൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ നിന്നെ വിവാഹം കഴിച്ചോളാം എന്ന് വിവാഹ വാഗ്ദാനം നൽകി. അതിനിടയിൽ എന്തൊക്കെയോ എനിക്കറിയുന്നില്ല. ഗർഭിണിയായി എന്നറിഞ്ഞപ്പോൾ എന്താലേ ആ ഉമ്മ, വേണ്ട, എനിക്ക് എൻ്റെ പൊന്നു മോൾ അള്ളാഹു നൽകിയത് ആ കുടുംബത്തിൽ നിന്നായിരിക്കും. സാരല്ല, അവരൊക്കെ പഴിച്ചിട്ട് എന്ത് കാര്യം, പടച്ച റബ്ബ് കാത്ത് രക്ഷിക്കട്ടെ. ചായയും കടിയും എല്ലാം ഡൈനിങ് ടേബിളിൽ ആയിഷ തന്നെ കൊണ്ടുവന്ന് വെച്ചു. എന്നാൽ റിസ്വാന വക്കീൽ അവിടെ ആലോചിച്ചിരിക്കുകയാണ്, എന്താ റിച്ചു ഇങ്ങനെ? ഇവിടെ ഒന്ന് ചായ കുടിക്ക്. മോൾ എണീറ്റില്ലേ? അപ്പോഴേക്കും അതാ മോള് വരുന്നു. കുഞ്ഞിമ്മ എന്ന് വിളിച്ചു. കുഞ്ഞിമ്മ കരയുന്നുണ്ടോ? ഇല്ല മോളെ. കുഞ്ഞിമ്മൻ്റെ മുഖം എന്താ ചോന്നിരിക്കുന്നത്? ആപ്പപ്പ വന്നില്ലേ? മോളെ, ആപ്പപ്പ വന്നിട്ടില്ല. വിളിച്ചു നോക്ക് ആപ്പാപ്പാക്ക്, ഒന്ന് വിളിക്ക്. അതെ, വിളിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ അവർ ബെഡ്റൂമിലേക്കാണെങ്കിൽ ശല്യമല്ലേ, ഞാൻ ചെയ്യാൻ പാടില്ലല്ലോ. വിളിച്ചു നോക്ക് കുഞ്ഞിമ്മ, വിളിച്ചു നോക്ക് പ്ലീസ്. ആ കുഞ്ഞിൻ്റെ നിർബന്ധം. അവൾ തന്നെ ഫോൺ എടുത്ത് റിസ്വാന വക്കീലിൻ്റെ കൈകളിൽ കൊടുത്തു. വിളിച്ചു നോക്ക്, ആപ്പാപ്പയെ കാണണം എനിക്ക്. മോളെ, അപ്പാപ്പ വേറെ ജീവിതത്തിലാണ്, ഒരിക്കൽ പോലും നമ്മൾ വിളിക്കാൻ പാടില്ല. അത് സാരല്ലേ, വിളിച്ചു നോക്ക്, എനിക്ക് അപ്പാപ്പാനോടൊരു കാര്യം പറയാണ്ട്. അങ്ങനെ ആ പൊന്നുമോളുടെ നിർബന്ധത്തിന് വഴങ്ങി മനമില്ല മനസ്സോടെ റിസ്വാന വക്കീൽ അതാ ഫോണിലേക്ക് റിങ് ചെയ്യുന്നു, തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിൻ്റെ ഫോണിലേക്ക്. എന്നാൽ താങ്കൾ വിളിക്കുവാൻ ശ്രമിക്കുന്ന നമ്പർ ഇപ്പോൾ സ്വിച്ച് ഓഫ് ചെയ്യപ്പെട്ടിരിക്കുന്നു. ഒരു നിമിഷം അവൾ ഞെട്ടിപ്പോയി. അവളുടെ കൈകാലുകളാകെ തളർന്നു പോയി. ഇല്ല മോളെ, ഞാൻ പറഞ്ഞില്ലേ,
നമ്മൾ വിളിക്കുന്നു കരുതിയിട്ട് ഫോണൊക്കെ ഓഫാണ് മോളെ. കുഞ്ഞിമ്മ കരയല്ലേ, കുറച്ച് കഴിഞ്ഞാൽ അത് ഓണായിക്കോളും മോളെ. എന്നാൽ ആ പൊന്നുമോളെ അവൾ നെഞ്ചോട് ചേർത്തു. പൊന്നുമോളെ, എനിക്ക് എന്ത് കുഞ്ഞിമ്മക്ക് അറിയല്ലേ, കുഞ്ഞിമ്മക്ക് അറിയാൻ പാടില്ല. കുഞ്ഞിമ്മയല്ലേ ഞങ്ങളൊക്കെ നോക്കുന്നത്, കരയാൻ പാടില്ലല്ലോ. ശരിക്കും ആ കുഞ്ഞിൻ്റെ കരച്ചിൽ. എന്നാൽ അവൾക്ക് കണ്ണുകൾ തുറക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. അത്രക്കും സങ്കടഭാരം കൊണ്ട് കണ്ണുകൾ നിറഞ്ഞൊഴുകി, കണ്ണുകളെല്ലാം വീങ്ങിയിരിക്കുന്നു. മോളെ, മോളെ, വല്യമ്മയുടെ വിളി. മോളെ, മോനെ വിളിച്ചിട്ട് എന്താ പറഞ്ഞേ? ഉമ്മ ഒന്നും പറഞ്ഞില്ല. ഓ, എന്താന്നാവല്ലേ, ഇന്നലെ വരുന്നു പറഞ്ഞിട്ട് എന്തെന്നാ വരാതെ പോയത്? എൻ്റെ കുട്ടി എന്തിനെ കരയുന്നുണ്ടോ? റിസ്വാൻ വക്കീലിൻ്റെ മനോഹരമായ മുടിയിലൂടെ വല്യമ്മ തലോടിക്കൊണ്ടിരുന്നു. സാരല്ല, അവൻ വന്നോളൂ, എൻ്റെ കുട്ടി കരയണ്ട. മോളെ, ഞാൻ ഒരു കാര്യം പറയാം. എൻ്റെ മോന്, എൻ്റെ സഫീർ മോന് ഒരിക്കലും മോശക്കാരനല്ല കേട്ടോ. ഈ ഓനെ തെറ്റിദ്ധരിക്കരുത് കേട്ടോ. എൻ്റെ മോൻ പാവാണ്. എന്നെയൊക്കെ രക്ഷിച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്നത് ഓനല്ലേ. എൻ്റെ മോനെ ഒന്നും ചെയ്യൂല കേട്ടോ. മോള് കരയണ്ട കേട്ടോ. അതെ, വല്യമ്മയുടെ ആ ഒരു വാക്ക് കൂടി കേട്ടപ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. ആ മുഖമൊന്ന് കണ്ടാൽ മതി, എനിക്കൊന്ന് കണ്ടാലും മതി, ഒന്ന് വന്നിട്ട് പോയിക്കൂടെ? അവൾ വിതുമ്പിക്കൊണ്ട് പറഞ്ഞു. മോളെ, വരും. മോള് വിഷമിക്കല്ലേ. എൻ്റെ കുട്ടീനെ എനിക്ക് അറിയാമല്ലോ, ചെറുപ്പം മുതലേ എൻ്റെ കുട്ടി ഒരാളെയും വേദനിപ്പിച്ചിട്ടില്ല, ദ്രോഹിച്ചിട്ടില്ല. ഇന്ന് വരെ അങ്ങനെ തന്നെ. എൻ്റെ പൊന്നു മോനാണ്. റബ്ബേ, എൻ്റെ സ്വന്തം മക്കൾക്കും ബാക്കിയുള്ള ആർക്കും ഇല്ലാത്ത സ്നേഹമാണ് എൻ്റെ പൊന്നു മോൻക്ക് ഉള്ളത്. അതുകൊണ്ട് മോള് കരയണ്ട. എൻ്റെ കുട്ടി ഒന്നും ഒരു തെറ്റിലേക്കും പോവില്ല കേട്ടോ. ഉമ്മമ്മ ഇല്ലേ? അതെ, ആ ഉമ്മമ്മയുടെ മടിയിൽ തലവെച്ച് അവൾ വിതുമ്പിക്കരഞ്ഞു. ഉമ്മമ്മ അവളെ ആശ്വസിപ്പിച്ചു. ഒരു നിമിഷം അവൾ വിചാരിച്ചു പോയി, റബ്ബേ, എന്നെ ആശ്വസിപ്പിക്കുവാനും എനിക്ക് തണലേകുവാനും ഈ കൈകളുണ്ടല്ലോ റബ്ബേ. അതെ, സഫീറിൻ്റെ ഉമ്മമ്മയുടെ. ഇനിയൊരു പക്ഷേ സഫീർ എൻ്റെ അരികിലേക്ക് വന്നില്ലെങ്കിലും ഈ ഉമ്മമ്മയെ ഞാൻ പൊന്നു പോലെ നോക്കും. അതെ, എൻ്റെ സ്വന്തം പെറ്റുമ്മയെ പോലെ നോക്കും. കാരണം പാവമാണിവർ. ഉമ്മമ്മ നിറമിഴികളോടെ ഉമ്മമ്മയുടെ മുഖത്തേക്ക് നോക്കി. ഉമ്മമ്മ, ഉമ്മക്ക് എന്താ വേണ്ടത്? എൻ്റെ കുട്ടി ഇപ്പോൾ ഒന്നും വേണ്ട, ഇവിടെ എല്ലാ സാധനങ്ങളും ഉണ്ടല്ലോ. ഉമ്മ, നിങ്ങൾക്ക് എന്തെങ്കിലും വിഷമമുണ്ടോ ഇല്ലമ്മ? ഇല്ല മോളെ, എന്തിങ്ങനെയൊക്കെ പറയുന്നത്? മോള് വിഷമിക്കല്ലേ കേട്ടോ. ഈ കണ്ണീര് എനിക്ക് കാണുന്ന ഇഷ്ടമല്ല കേട്ടോ. എന്നാൽ പെട്ടെന്ന് അതാ റിസ്വാൻ വക്കീലിൻ്റെ ഫോണിലേക്ക് ഒരു കോൾ വരുന്നു. അവൾ ആകാംക്ഷയോടെ പ്രതീക്ഷയോടെ അത് എടുക്കുവാൻ വേണ്ടി നിന്നു. അറിയാത്തൊരു നമ്പറാണ്. ഹലോ, ഹലോ, റിസ്വാൻ വക്കീലല്ലേ? പിന്നെ ഒരു കേസ് വാദിക്കാനായിരുന്നു കേട്ടോ. അതായത് ഞങ്ങൾ പറ്റ പാവങ്ങളാണ്, ഞങ്ങൾക്കൊന്നും തരാനില്ല. പക്ഷെ ഞങ്ങൾക്കെതിരെ പല രീതിയിലുള്ള കേസുകൾ കൊടുത്തിട്ടുണ്ട്. ഞങ്ങളൊന്ന് ഹെൽപ്പ് ചെയ്യുമോ? ഞങ്ങൾക്ക് പൈസ ഉണ്ടാകുന്ന കാലത്ത് നിങ്ങൾക്ക് ഞാൻ തന്നോളാം കേട്ടോ. ഒന്ന് ഞങ്ങളെ. ശരിക്കും ഒരു ആണിൻ്റെ കരഞ്ഞുള്ള ഒരു സംസാരമാണ് കേട്ടത്. ഒരു നിമിഷം റിസ്വാൻ വക്കീൽ എല്ലാം മറന്നു. എവിടെ സ്ഥലം? ഓക്കെ ഓക്കെ, ഇൻഷാ അല്ലാ, ഇൻഷാ അല്ലാ. ഓക്കെ, ആ ലൊക്കേഷൻ ഒന്ന്. ഓക്കെ ഓക്കെ, ഈ നമ്പറല്ലേ? എന്നാൽ അതാ ഒരാളെ രക്ഷിക്കണം എന്നുള്ള ആ ഒരു വിളി വന്നപ്പോൾ റിസ്വാൻ വക്കീൽ എല്ലാം മറന്നു. റബ്ബേ, പഠിച്ചോനെ, എനിക്കൊരു ഭാഗത്ത് നീ ദുഃഖം തരികയാണെങ്കിൽ മറ്റൊരു ഭാഗത്ത് കഷ്ടപ്പെടുന്നവരെ സഹായിക്കാൻ ഞാൻ ഒരിക്കലും മറക്കില്ല അല്ലാ. പാവമാണ് ആരായാലും റബ്ബേ. അവൾ അതാ നിറമിഴികളോടെ നേരെ ബാത്റൂമിലേക്ക് ചെന്നു. തലയിലൂടെ തണുത്ത് ധാരാളം വെള്ളമൊഴിച്ചു. തല തോർത്തി വന്നു. ഉമ്മമ്മ, ഞാൻ പോയി നോക്കട്ടെ. എൻ്റെ ജീവിതം എങ്ങനെയാണെങ്കിലും ആർക്കെങ്കിലും ഒരു സഹായം ചെയ്യാൻ കഴിയുകയാണെങ്കിൽ ഉമ്മമ്മ ഞാൻ പോട്ടെ കേട്ടോ. അതെ, എന്തോ ഒരു അത്യാവശ്യ കേസിന് വേണ്ടി റിസ്വാൻ വക്കീൽ അവിടെ നിന്ന് ഇറങ്ങാൻ നിൽക്കുകയാണ്. എന്നും സഫീറിൻ്റെ കൂടെ പോയിരുന്ന അവളന്ന് തനിച്ച് കാറും എടുത്തുകൊണ്ട് അതാ പോകുന്നു. അതെ, എൻ്റെ വലം കൈയായും എനിക്ക് താങ്ങായും തണലായും നിൽക്കുന്ന എൻ്റെ സഫീർ. അവനില്ലാത്ത ആദ്യ യാത്ര അവളുടെ മനസ്സിനെ വല്ലാതെ അങ്ങ് പിടിച്ചു കുലുക്കി. അവൾ ഏറെക്കുറെ വിചാരിച്ചു, റബ്ബേ, ഇനി പ്രതീക്ഷിക്കണ്ടായിരിക്കില്ലേ? ആയിക്കോട്ടെ, അവൾ ജീവിച്ചോട്ടെ. ഞാൻ ഉമ്മമ്മയെയും ആയിഷയെയും കുഞ്ഞിനെയും നോക്കും. ഉറപ്പായിട്ടും എനിക്ക് കിട്ടുന്ന ക്യാഷ് കൊണ്ട് ഞാൻ അവർക്കുള്ളതെല്ലാം വാങ്ങിക്കൊടുക്കും. ഉറപ്പായിട്ടും
ഞാൻ ഒരിക്കലും അവരെ തെരുവിലേക്ക് ഇറക്കില്ലല്ല. അവരെ ഞാൻ സംരക്ഷിക്കും. അതിനുള്ള കഴിവ് നീ എനിക്ക് തരണമല്ല. അവൾ യാത്രക്കിടയിൽ വിതുമ്പിക്കൊണ്ട് പടച്ചിറബിനോട് ദുആ ചെയ്തു. സഫീർ എവിടെ? ശരിക്കും അവൻ നൂർജഹാനുമായി മണിയറ പങ്കിടുന്ന തിരക്കിലാണോ? എന്താണ് സഫീർ തിരിച്ചു വരാത്തത്? അതോ ഉമ്മയും ജസീറും കൂടി അവിടെ പിടിച്ചു വെച്ചോ? അതോ നൂർജഹാൻ വിടുന്നില്ലേ? എന്തൊക്കെ തന്നെയാലും നമുക്ക് കാത്തിരുന്ന് കാണാം ബാക്കി ഭാഗം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.